ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവളെ എരിവ് കയറ്റാനും എനിക്കെതിരെയാക്കാനും വീട്ടില് വേറെ ചില ആൾക്കാരുണ്ട്. അതില് മുൻപന്തിയില എന്റെ മരുമകൻ ജയൻ. ഇവരെ എല്ലാവരെയും ആ രമ്യ സ്വാധീനിച്ച് അവളുടെ പക്ഷത്താക്കിയിരിക്കുക. ഇറങ്ങിപ്പോടിയല്ലേ മുറിയുന്നത്. എന്താ ഇവിടെ? എന്താ ഇത്? എന്താ ആരും ഒന്നും മിണ്ടാത്തെ? ഞാൻ അമ്മയോടല്ലേ ചോദിച്ചത് ഇവിടെ എന്താന്ന്. നിന്റെ അച്ഛനോട് ചോദിക്ക. നിനക്ക് ആഹാരം വേണ്ടാതെ. എന്താ അച്ഛ കാര്യം? ഒന്നുമില്ല, നീ ഇതോർത്ത് വെറിയിടാവണ്ട. അല്ലച്ച, അച്ഛൻ എന്താ ആഹാരം കഴിക്കാതെ? എനിക്കൊന്നും വേണ്ട. അച്ഛനോട് ആഹാരം കഴിക്കാനാ ഞാൻ പറയുന്നത്. എനിക്ക് വേണ്ടെന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. അച്ഛൻ ആഹാരം കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇറങ്ങി എന്റെ പാട്ടിന് പോകും. പിന്നെ എന്നെ വല്ല റെയിൽവേ പാളത്തിൽ നോക്കിയാ മതി. അച്ഛൻ കരയാതെ. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ ഞാനങ്ങനെ പറഞ്ഞു പോയതാ. വാ, അച്ഛൻ ആഹാരം കഴിക്ക. വാ അച്ഛ, വാ വാ. അച്ഛനിരിക്കെ. ഇരിക്കച്ച, ഇരുന്നേ. കഴിക്കച്ച, കഴിക്കേ കഴിക്കേ. എന്താ രാജു ഫോൺ കട്ട് ചെയ്തത്? എന്നോട് സംസാരിക്കാൻ രാജുന് ഇഷ്ടല്ലേ? രാജുന് എന്നെ മറക്കാനും എന്നെ കല്യാണം കഴിക്കാതിരിക്കാനും കഴിയൂ? രാജുവിന്റെ കണ്ണുകളിൽ എന്നോടുള്ള സ്നേഹം ഞാൻ എപ്പോഴും കാണാറുണ്ട്. പിന്നെന്താ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോ രാജു ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ഈ അങ്കളൊന്നും മാറ്റി പിടിക്കണ മോനെ.
നിന്റെ അപ്പൂപ്പനാവല്ല പ്രായം എനിക്കുണ്ട്. അപ്പൂപ്പന്ന് വിളിച്ചാ പോരെ? അപ്പൂപ്പനാവാനുള്ള പ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നിയാലല്ലേ പറ്റൂ. ആ എനിക്ക് തോന്നുന്നില്ല. ആ എന്നാ മോനെ ഇഷ്ടമുള്ളത് വിളിക്കും. ഇനിയിപ്പോ ചേട്ടാന്ന് വിളിച്ചാലും എനിക്ക് ഒരു വിരോധമില്ല. അമ്മയെ കാണാൻ വന്നേല്ലേ? അതെ. എന്നാ വിളിക്കട്ടെ? ആ ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അവിടെ നിന്ന് ഇന്ന് കാപ്പി വേണ്ട, അത് പറയാനാ പിടിച്ചു നിർത്തിയ. പൊക്കോ. വേണുട്ടാ, മാഡം അങ്ങോട്ടിരിക്കാൻ വേണുട്ടാ. ഇരിക്കുന്നില്ല മാഡം, ഉടനെ തന്നെ പോകും. എന്താ വേണുട്ടാ? ഇച്ചിരി പ്രശ്നങ്ങളുണ്ട് മാഡം, അത് പറയാനാണ് ഞാൻ വന്നത്. എന്താ പ്രശ്നം? ഓർക്കാപ്പുറത്ത് വിചാരിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഒരു എതിർപ്പ്. രാധ എതിരാ. ഏ? എന്റെ ഭാര്യ രാധമ്മ, അവൾ ഈ കല്യാണത്തിനെതിരാ. രാധമ്മ ചേച്ചി അങ്ങനെ അവനുള്ള ഒരു സാധ്യതയില്ലല്ലോ. വേണോട്ടം പറയുന്നത് മാത്രം അനുസരിച്ച്. അതൊക്കെ അങ്ങനെ ആയിരുന്നു, പക്ഷെ പെട്ടെന്ന് അവൾക്കൊരു മാറ്റം. ആ രമ്യ രാജുവിനെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് അവന്റെ പുറകെ നടക്കുകയാണല്ലോ. അത് ഞാൻ മാഡത്തോട് പറഞ്ഞിട്ടുള്ളതല്ലേ. അവളും അവളുടെ അമ്മ ആ പലിശക്കാരിയും കൂടി രാധമ്മയുടെ മനസ്സ് മാറ്റിയിട്ടുണ്ട്. രാധമ്മ ചേച്ചി അങ്ങനെ എതിർത്ത് നിന്നാ അത് കുഴപ്പമല്ലേ വേണോട്ടാ? ആ കുഴപ്പമാണ്. അവളെ എരിവ് കയറ്റാനും എനിക്കെതിരെയാക്കാനും വീട്ടില് വേറെ ചില ആൾക്കാരുണ്ട്. അതില് മുൻപന്തിയില എന്റെ മരുമകൻ ജയൻ. ഇവരെ എല്ലാവരെയും ആ രമ്യ സ്വാധീനിച്ച് അവളുടെ പക്ഷത്താക്കിയിരിക്കുക. എനിക്ക് വളരെ സീരിയസ് ആയ ഒരു കാര്യം വേണുവേട്ടനോട് ചോദിക്കാനുണ്ട്. എന്താ മാഡം? അല്ല, ഈ രാജു രമ്യൻ തമ്മിൽ എങ്ങനെയാ? അത് ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത്. അവന് അവളെ കാണുന്നതേ ഇഷ്ടമല്ല മാഡം. പിന്നെ ഒരു പെൺകുട്ടിയല്ലേ മാഡം, പ്രേമമാണെന്നും പറഞ്ഞ് ഏതു നേരവും ശല്യപ്പെടുത്തിയ അവനെന്ത് ചെയ്യാൻ പറ്റും? അവൻ 100 വട്ടം അവളോട് പറഞ്ഞിട്ടുണ്ട് അവളെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാന്ന്. പിന്നെന്തിനാ ഈ കുട്ടി രാജുവിന്റെ പുറകെ എങ്ങനെ നടക്കുന്നേ? അതാ എനിക്കും മനസ്സിലാവാത്ത. അല്ല, ഋതുമോള് രാധമ്മയുടെ മനമാറ്റം അറിഞ്ഞോ? ആ അറിഞ്ഞു കാണുമല്ലോ. അവള് വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും അല്ലേ? അതൊന്നും കാര്യമാക്കാനില്ല. ഞാൻ ഋതുമോളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. ഈ കല്യാണം നടക്കണം വേണോ കേട്ടാ. അതിനെന്താ വേണ്ടത്? അത് തന്നെയാണ് മാഡം ഞാനും ആലോചിക്കുന്നത്.